സോ ഹലോ ആസ്പിരൻസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് 2022 CHSL ടയർ 1 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ ആംഗിൾ ക്യൂ ഇക്വൽ ടു 90 ഡിഗ്രീസ് എന്നുള്ള കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചോ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. എന്തായാലും ക്യൂ എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ. ഇതൊക്കെ വായിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ട്രയാങ്കിൾ ഒന്ന് വെറുതെ വരച്ചു വെക്കാം. സോ പി ക്യൂ ആർ എന്തായാലും ആംഗിൾ ക്യൂ ആണ് 90 ഡിഗ്രി എന്നുള്ളതും തന്നിട്ടുണ്ട്. ക്യൂ 90 ഡിഗ്രി. ക്യൂ എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ. ഓക്കെ, അപ്പൊ ഈ 90 ഡിഗ്രി ആംഗിളിൽ നിന്നും ഇവിടെ നിന്നാണ് ഒരു പെർപെൻഡിക്കുലർ ലൈന് അങ്ങോട്ടേക്ക് പോകുന്ന പോട്ടെ. അല്ല ബൈ ഒന്നും കൂടെ ടേക്ക് ടു പിക്കാം, അതൊക്കെ മതി. അപ്പോൾ ക്യൂവിൽ നിന്നും ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈന് പോയിട്ടുണ്ട്. ഇനി അതിന് പേരിടുന്ന ചടങ്ങാണ്. അതിന് എന്താണ് പേര്? എക്സ് എന്നാണ് അതിന് പേരിട്ടുള്ളത്. എക്സ്. ഇനി എക്സും താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ കാമുകിമാരുടെ പേരോ കാമുകന്റെ പേരോ എന്ത് വേണമെങ്കിലും ഇടാം. ക്യൂ എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു പി ആർ എന്നുള്ള തന്നിട്ടുണ്ട്. ഇഫ് പി ക്യൂ ഈക്വൽ ടു 15 ആയിക്കോട്ടെ, പി ക്യൂ എന്നുള്ളത് 15 സെന്റിമീറ്റർ ആണെന്ന് തന്നു. ആൻഡ് പി ആർ ഈക്വൽ ടു 25 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ മൊത്തത്തിൽ വരുന്ന ഈ ഒരു നീളമാണ് 25 സെന്റിമീറ്റർ. 25 സെന്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് പി എക്സ് ഈസ് ടു എക്സ് ആർ? പി എക്സ് ഈസ് ടു എക്സ് ആർ ഇതാണ് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് ഒരു ബേസിക് തിയറം വെച്ച് ഞാൻ പറയാം. ജോമെട്രിയിലുള്ള സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു തിയറാണ്. സെയിം ട്രയാങ്കിൾ പ്രോപ്പർട്ടി ആണ്. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 90 ഡിഗ്രി ആംഗിളിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള ഹൈപ്പോട്ടനസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈന് വരച്ചു കഴിഞ്ഞാൽ അവിടെ സിമിലർ ട്രയാങ്കിൾസ് രൂപപ്പെടും എന്നാണ് പറയുന്നത്. ഇവിടെ 3 സിമിലർ ട്രയാങ്കിൾസ് ആണ് ഉള്ളത്. പി ക്യു എക്സും അതേപോലെ ക്യു ആർ എക്സും അതേപോലെ ഒറിജിനൽ ട്രയാങ്കിൾ ആയിട്ടുള്ള പി ക്യു ആറും. അപ്പോൾ ഇങ്ങനെ ഒരു വര കൊണ്ട് 3 സിമിലർ ട്രയാങ്കിൾസ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു തിയറത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ ഇനി വേറെ ഒരു രീതിയിൽ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ പി ക്യു സ്ക്വയർ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പി എക്സ് ഗുണം അല്ലെങ്കിൽ പി എക്സ് ഇൻറ്റു പി ആർ എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും എന്നാണ് ഈ ഒരു തിയറിയുടെ വേറൊരു സ്റ്റേറ്റ്മെന്റ്. 2 മെത്തേഡ് ഞാൻ പറയാം ഈ ഒരു തിയറം വെച്ചിട്ട് തന്നെ. ആദ്യത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് നോക്കാം. പി ക്യു സ്ക്വയർ, അപ്പൊ പി ക്യു എന്നുള്ള ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 15 സെന്റിമീറ്റർ എന്നുള്ളത് ഇവിടെയുണ്ട്. 15 സെന്റിമീറ്റർ. അപ്പൊ 15 സ്ക്വയർ എത്ര? 225. 225 സെന്റിമീറ്റർ. 225. പിന്നെ പി എക്സ് എന്നുള്ളത് നമുക്കറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ഇൻറ്റു പി ആർ ഓൾറെഡി തന്നിട്ടുണ്ട് 25 സെന്റിമീറ്റർ അല്ലെങ്കിൽ 25 യൂണിറ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി പി എക്സ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? പി എക്സിനെ ഈ ഇടതുവശത്തേക്ക് കൊണ്ടുവരിക, ഈ 225നെ വലതുവശത്തും കൊണ്ടുപോവുക. അങ്ങനെയെങ്കിൽ പി എക്സ് എന്നുള്ളത് എന്തായി? 225 ബൈ ഇൻറ്റു 25 എന്നുള്ളത് ഡിവൈഡഡ് ബൈ 25 ആയി. 225നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര? 25 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ തന്നെ 250 കിട്ടി. അപ്പൊ എന്തായാലും അതിൽ നിന്ന് ഒരു 25 കുറവാണല്ലോ. സോ തൊട്ടടുത്ത നമ്പർ 9. 25 ഇൻറ്റു 9 225. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? പി എക്സ് എന്ന് പറയുന്നതിന്റെ നീളം 9 യൂണിറ്റ് നീളം എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? എക്സ് ആർ എന്ന് പറയുന്ന ഈ ഒരു നീളം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് സിമ്പിൾ അല്ലേ? ഈ 25ൽ നിന്നും മൊത്തത്തിലുള്ള 25ൽ നിന്നും ഈ 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയായി? 16. അങ്ങനെ എക്സ് ആറും നമുക്ക് കിട്ടി 16. എങ്കിൽ പി എക്സ് ഈസ് ടു എക്സ് ആർ എന്ന് പറയുന്ന ഈ റേഷ്യോ എത്രയായിരിക്കും? എന്തിനാണ് വെറുതെ ലൈനൊക്കെ ഇടുന്നത്? പി എക്സ് ഈസ് ടു എക്സ് ആർ എന്നുള്ള റേഷ്യോ എന്തായി? 9:16 എന്ന് കിട്ടി. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ഒരു വീട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
രണ്ടാമത് ഇനിയും കാണണമെന്നില്ല, വീഡിയോ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്തിട്ട് വേറെ പണി നോക്കാം. ഇനി എന്നാലും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് രണ്ടാമത്തെ മെത്തേഡ് എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടെങ്കിൽ കുത്തിയിരുന്ന് കാണുക, വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ. ആ മെത്തേഡാണ് ഇവിടെ. ഈ ഒരു മെത്തേഡ് പറയുന്നത് പി എക്സ് ബൈ പി ക്യൂ എന്ന് പറയുന്നത് ഇതെവിടെയത് പി എക്സ്. ഇവിടെ തലം കൃത്യമാണല്ലോ. ഓ ഓ ഓ ഓ എല്ലാവരും എക്സും പോയോ. പി എക്സ് എന്ന് പറയുന്ന ഈ ലെങ്ത് ബൈ പി ക്യൂ വിൽ ബി ഈക്വൽ ടു പി ക്യൂ ബൈ പി ആർ എന്ന് പറയുന്ന സെയിം ട്രയാങ്കിൾ പ്രോപ്പർട്ടിയുടെ മറ്റൊരു വശമാണ് ഇത്. പി എക്സ് ബൈ പി ക്യൂ ഈക്വൽ ടു പി ആർ, സോറി പി ക്യൂ ബൈ പി ആർ എന്ന് പറയുന്നത്. ഇവിടെ പി എക്സ് നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് പി എക്സ് എന്നുള്ള അവിടെ തന്നെ എഴുതി. പി ക്യൂ എന്നുള്ളത് തന്നിട്ടുണ്ട്, 15 സെന്റിമീറ്റർ അല്ലെ 15 യൂണിറ്റ് ആണ് അതിന്റെ നീളം. പി ക്യൂ എന്ന് പറയുന്നത് വീണ്ടും ഇവിടെയും വീണ്ടും 15. എഗെയിൻ യു പി ആർ എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. സോ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ കാർഡ് വെട്ടിത്തെളിക്കുന്ന പോലെ തന്നെ ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് വെട്ടിത്തെളിക്കാം. വേണമെങ്കിൽ 5 കൊണ്ട് 15നെ ഹരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 3, 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 5. അങ്ങനെ പി എക്സിനെ ആണ് നമുക്കിനി കണ്ടുപിടിക്കാൻ വേണ്ടത്. കണ്ടുപിടിക്കാൻ അത് കണ്ടു കാണുന്നില്ല പി എക്സ്. സോ കണ്ടുപിടിക്കാൻ ഇവിടെ താഴെ കിടക്കുന്ന 15നെ നേരെ മറുവശം ചാടിക്കുക, സ്ഥലം മാറി. ഇനി 3/5 ഇൻറ്റു 15 എന്നുള്ളത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഉള്ള സമയം പോയി കിട്ടും. 3 ഇൻറ്റു 3, 15ൽ 5, 3 ഗുണം 3 പ്രാവശ്യം പോകും. അങ്ങനെ 3 ഇൻറ്റു 3 എന്നുള്ളത് വീണ്ടും പഴയ ഉത്തരം 9 തന്നെ കിട്ടി. പി എക്സ് എന്നുള്ളത് 9 എങ്കിൽ എക്സ് ആർ എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. ടഫ് ക്വസ്റ്റ്യൻ. സോ താങ്ക് യു. ഇനിയും ഇതേപോലെയുള്ള ടഫ് ചോദ്യങ്ങൾ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക. SSC ക്ലബ് ഹൗസ് ഇനിയും ആക്റ്റീവ് ആക്കി വെക്കുക. താങ്ക് യു.